ജനാധിപത്യത്തിന്റെ തുറന്ന സംവാദവേദിയായ ന്യൂസ് മലയാളം പൊളിറ്റിക്കൽ മാസിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ കണ്ണൂർ ജില്ലയിലാണുള്ളത്. കണ്ണൂർ ജില്ലയിലെ മണ്ഡലങ്ങൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കുക എന്നതിൻ്റെ ഒരു ചിത്രം ഇവിടെ നിന്ന് അറിയാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പേരാവൂർ മണ്ഡലത്തിലാണ്. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി പേരാവൂർ മാറിയിരിക്കുന്നു. ഒരു താര പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്ന് തന്നെ പറയാം. ആ നിലയ്ക്ക് KPCC പ്രസിഡന്റും മുൻ ആരോഗ്യമന്ത്രിയായ ശൈലജ ടീച്ചറും തമ്മിൽ നടക്കുന്ന വാശിയേറിയ പോരാട്ടം, അതോടൊപ്പം NDAയും ശക്തമായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇവിടെ മത്സര രംഗത്തുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഈ മണ്ഡലവും ഈ ജില്ലയും ആലോചിക്കുന്നത്, പറയുന്നത് എന്ന് കേൾക്കാം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ലിസി ജോസഫ്, അഡ്വക്കേറ്റ് KG ദിലീപ്, മനോഹരൻ വയോറ എന്നിവരാണ്. UDFനെയും LDFനെയും NDAയും യഥാക്രമം പ്രതിനിധാനം ചെയ്യുന്നത്. ആദ്യം തന്നെ ലിസി ജോസഫിലേക്ക്. ലിസി, എന്തുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ ഒപ്പം പേരാവൂർ മണ്ഡലത്തിൽ UDF വിജയിച്ചു വരണം? എത്ര സീറ്റുകളിൽ വിജയിക്കാനുള്ള സാധ്യതയാണ് ഈ ചർച്ച തുടങ്ങുമ്പോൾ തോന്നുന്നത്? കണ്ണൂർ ജില്ലയിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് 10 വർഷക്കാലത്തെ സംസ്ഥാന ഭരണം കൊണ്ട് പൊറുതിമുട്ടിയ കേരളത്തിലെ ജനങ്ങളും പ്രത്യേകിച്ച് കണ്ണൂരിലെ ജനങ്ങളും ഈ ഭരണത്തെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയത്താണ് ഈ തിരഞ്ഞെടുപ്പ് കടന്നു വന്നിട്ടുള്ളത് എന്നത് തന്നെയാണ്. എല്ലാ മേഖലകളിലും കൊള്ളയടിക്കപ്പെട്ട ഒരു ജനതയുടെ വികാര പ്രകടനം തീർച്ചയായും ബാലറ്റിലൂടെ കണ്ണൂർ ജില്ലയിലുണ്ടാവും. പ്രത്യേകിച്ച് പേരാവൂർ നിയോജക മണ്ഡലത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏതാണ്ട് 15 വർഷക്കാലമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ആണ് ഇവിടുത്തെ MLA ആയി തുടർന്നുകൊണ്ടിരിക്കുന്നത്. 15 വർഷക്കാലം കൊണ്ട് ഒരു നിയോജക മണ്ഡലത്തിനകത്ത് 1940 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് ഒരസാധ്യമായ കാര്യം തന്നെയാണ്. അത് സാധ്യമായ സമാനതകളില്ലാത്ത വികസനത്തിൻ്റെ ചരിത്രം കുറിച്ച നാളുകളാണ് കഴിഞ്ഞ 15 വർഷക്കാലം ഇരിട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഈ പേരാവൂർ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. ഇരിട്ടിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഇങ്ങനെയൊരു സംവാദ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കും, ഇന്ന് ഇരിട്ടി താലൂക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിലെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLAയുടേതാണ്. ഇവിടെ താലൂക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിലും ട്രൈബ്യൂണൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും സപ്ലൈ ഓഫീസ് കടന്നു വന്നിട്ടുണ്ടെങ്കിലും ജോയിൻ്റ് RTO ഓഫീസ് കടന്നു വന്നിട്ടുണ്ടെങ്കിലും അങ്ങനെ സാധാരണക്കാരായ മലയോര ജനങ്ങൾക്ക് സമീപസ്ഥമായ അവരുടെ ആവശ്യങ്ങളിൽ സമീപിക്കേണ്ട ഓഫീസുകളുടെ ഒരു സമുച്ചയം, സിവിൽ സ്റ്റേഷൻ ഉൾപ്പെടെ ഈ ഇരിട്ടി എന്ന് പറയുന്ന പേരാവൂർ നിയോജക മണ്ഡലത്തിൻ്റെ റാണി എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ടൗണിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എങ്കിൽ അത് കഴിഞ്ഞ 15 വർഷക്കാലത്തെ ജനമനസ്സ് അറിഞ്ഞ് ജനങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA എന്ന ഒരു മനുഷ്യനുണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വരും എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറുഭാഗം എന്ന് പറയുന്നത് ഒരു കൊള്ളയടിക്കപ്പെട്ട ജനതയാണ് ഇവിടെ ഉള്ളത് എന്നതാണ്. ആരോഗ്യരംഗം എടുത്തു നോക്കിയാൽ, വിദ്യാഭ്യാസ രംഗം എടുത്തു നോക്കിയാൽ, നാട്ടിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം എടുത്തു നോക്കിയാൽ, ഏത് വൈദ്യുതി ചാർജിൻ്റെ വർധനവ് എടുത്തു നോക്കിയാൽ, അതുപോലെ വെള്ളക്കരത്തിൻ്റെ വർധനവ് എടുത്തു നോക്കിയാൽ, പെർമിറ്റ് ഫീസിൻ്റെ വർധനവ് എടുത്തു നോക്കിയാൽ, എല്ലാ വർഷവും 5% വീതം വീട്ടുകരം വർദ്ധിപ്പിക്കുന്ന സംവിധാനം ഈ സംസ്ഥാനത്ത് കൊണ്ടുവന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ എന്തിനേറെ ഇപ്പം മാർച്ച് 31 കഴിഞ്ഞ് ഇവിടെ ഈ സംവാദത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആകപ്പാടെ വെട്ടിൽ വീണ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. 3ാം ഗഡു പ്ലാൻ ഫണ്ട് ലഭ്യമായിട്ടില്ല. 23-ാം തീയതി എന്ന് പറയുന്ന കട്ട് ഓഫ് ഡേറ്റ് വെച്ചുകൊണ്ട് അതിനുശേഷം ബില്ലുകൾ ട്രഷറിയിൽ വാങ്ങിയിട്ടില്ല. അതിനു മുൻപേ ട്രഷറികളിൽ ബാനുകൾ വന്നു. അപ്പം എവിടെയാണ് കോടികൾ ഒഴുക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നവർ ഒഴുക്കേണ്ട സമയത്ത് ആയിരങ്ങൾ പോലും ഒഴുക്കാതെ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ച്, ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴുത്തിനു പൂട്ടിട്ട് പോകുന്ന കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ, ലൈഫിൻ്റെ തറ കെട്ടിയവർ, ഭിത്തി കെട്ടിയവർ, അതിന് മേൽക്കൂര പണിയുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകളുടെ പ്രതികരണം ഈ കണ്ണൂർ ജില്ലയിലും കേരള സംസ്ഥാനത്തിലാകമാനവും ഉണ്ടാവും. വ്യക്തമാണ് ദിലീപ്. ഇത് ഈ പേരാവൂരിന്റെ വികസനം എന്നത് കഴിഞ്ഞ 15 വർഷത്തെ വികസനമാണ്. അതിനപ്പുറത്തേക്കൊരു വികസനം ഉണ്ടായിട്ടില്ല എന്നാണ് UDFന്റെ വാദം. മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളിലും UDF ഇത്തവണ വിജയിച്ചു വരുമെന്നും പറയുന്നു. എന്താണ് LDFന്റെ നിലപാട്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ തുടർച്ചയായി
1956 മുതൽ കേരളത്തിൽ അധികാരത്തിലെത്തിയ ഇടതു സർക്കാരുകൾ നടപ്പിലാക്കിയ പദ്ധതികളുടെ തുടർച്ചയെന്ന നിലയിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ധൈര്യത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. തീർച്ചയായും ഈ പേരാവൂർ നിയോജക മണ്ഡലത്തെ എടുത്തു നോക്കിയാൽ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം നടപ്പിലാക്കി. ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനമായി അവതരിപ്പിക്കുന്നത് മലയോര ഹൈവേ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, മലയോര ഹൈവേ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർത്തീകരിക്കുന്ന 3 പ്രധാനപ്പെട്ട പാതകളിലൊന്നായി പൂർത്തീകരിക്കപ്പെടുന്ന ഒന്നാണ് മലയോര ഹൈവേ. ആ മലയോര ഹൈവേ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ സണ്ണി ജോസഫ് കൊണ്ടുവന്നതാണെന്ന് ഈ പേരാവൂർ മണ്ഡലത്തിലെ ജനങ്ങളോട് നോക്കി പറഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ആത്മവിശ്വാസമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിലാണ് UDF തവണയുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു മുന്നണിക്കെതിരായി, ആ സർക്കാരിനെതിരായി ക്രിയാത്മകമായ ഒരു വിമർശനവും ഉന്നയിക്കാൻ UDFന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു മുന്നണി സൂചിപ്പിക്കുന്ന കാര്യം എന്താ? 10 വർഷം LDF ഭരിച്ചല്ലോ, അതുകൊണ്ട് ഇനി ഞങ്ങളൊരു 5 വർഷം ഭരിക്കട്ടെ എന്നു പറയേണ്ടുന്ന ഏറ്റവും ദുരന്തകരമായ സാഹചര്യം ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുന്നണിക്കുണ്ടായിട്ടില്ല. സാധാരണ ഒരു തെരഞ്ഞെടുപ്പുണ്ടായാൽ ആ മുന്നണിക്കെതിരായി, ഭരിച്ച പാർട്ടിക്കെതിരായി ക്രിയാത്മകമായി വിമർശനങ്ങൾ ഉന്നയിക്കാൻ പറ്റും. അങ്ങനെ വിമർശനം ഉന്നയിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തുടക്കം കുറിച്ചുകൊണ്ട് പറഞ്ഞത് 10 വർഷം ഇടതുപക്ഷം ഭരിച്ചില്ലേ, അതുകൊണ്ട് ഇനി ഞങ്ങൾ 5 വർഷം ഭരിക്കട്ടെ എന്ന് പ്രചരണം നടത്തേണ്ടി വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പേരാവൂർ മണ്ഡലത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. എന്താ പേരാവൂർ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനം? ഇവിടെ 15 വർഷക്കാലം MLAക്ക് ലഭിച്ച പ്രാദേശിക വികസന ഫണ്ടും ആസ്തി വികസന ഫണ്ടും ഉപയോഗിച്ച് റോഡുകൾ ടാർ ചെയ്തു. അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന വികസനം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ കേരളത്തിലെ മറ്റു മണ്ഡലങ്ങൾ 139 നിയോജക മണ്ഡലങ്ങളിൽ UDFൻ്റെ MLAമാർ പ്രതിനിധികളായിട്ടുള്ള മറ്റു മണ്ഡലങ്ങൾ ഉൾപ്പെടെ ചില മണ്ഡലങ്ങൾ എടുത്താൽ വലിയ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ അവിടെയുള്ള ജനപ്രതിനിധി പല പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. പല പദ്ധതികൾ ആവിഷ്കരിച്ച് സർക്കാരിന് മുമ്പാകെ അവതരിപ്പിച്ച് അത് പാസ്സാക്കിയെടുക്കാൻ വലിയ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ MLA ചെയ്യുന്നത് എന്താ? അദ്ദേഹത്തിന് അനുവദിച്ച് കിട്ടുന്ന പ്രാദേശിക വികസന ഫണ്ടും ആസ്തി വികസന ഫണ്ടും ഉപയോഗിച്ച് റോഡ് ടാർ ചെയ്യുന്നു, ചെറിയ കലുങ്കുകൾ നിർമ്മിക്കുന്നു. ഇതാണ് വലിയ വികസന പ്രവർത്തനമായി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ 15 വർഷമായി ഈ പേരാവൂർ മണ്ഡലത്തിൽ എന്ത് വികസന പദ്ധതി ആവിഷ്കരിച്ചു? അനന്തമായ സാധ്യതകളുടെ ഒരു മണ്ഡലമാണ് പേരാവൂർ മണ്ഡലം. ഓരോ മേഖലകൾ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പേരാവൂർ ഈ കേരളത്തിലെ തന്നെ കാർഷിക മേഖലയുമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് പേരാവൂർ. ഈ മണ്ഡലത്തിലെ കാർഷിക മേഖലയുടെ വികസനത്തിന് വേണ്ടി 15 വർഷമായി ജനപ്രതിനിധിയായ ഒരു MLA എന്ത് ചെയ്തു? ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ശ്രീ മനോഹരൻ, 3 മിനിറ്റ് ഉണ്ട്. എന്തുകൊണ്ട് NDA ഈ കണ്ണൂർ ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ വിജയിക്കണം? ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ അങ്ങനെ നിർണായകമായ മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ? എനിക്ക് ഇവർ രണ്ടുപേരും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. നമ്മുടെ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമായ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാന ആവശ്യം. ഒരു പൗരൻ്റെ അടിസ്ഥാന അവകാശമാണ്. ഈ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ പോലും പേരാവൂർ നിയോജക മണ്ഡലത്തിലെ MLAക്കോ നിലവിലുള്ള ഭരണകൂടത്തിനോ സാധിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഏഷ്യയിലെ ഏറ്റവും വലിയ പുനരധിവാസ മേഖലയാണ് ആർളം ഫാം. ആർളം ഫാമിൽ 12 വർഷം കൊണ്ട് 17 ആദിവാസി കുടുംബനാഥന്മാർ കാട്ടാനയുടെ കാലിൻ്റെ അടിയിൽപ്പെട്ട് ഞെരിഞ്ഞമർന്നു മരിച്ചു എന്ന് പറഞ്ഞാൽ AK ആൻ്റണി കൊട്ടിഘോഷിച്ച് ഇതാ നമ്മുടെ ആദിവാസികൾക്ക് സ്വർഗഭൂമി എന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച 3500ഓളം കുടുംബങ്ങളുള്ളതിൽ 17 പേർ ആ കുടുംബങ്ങൾ അനാഥമായി എന്ന് പറഞ്ഞാൽ നമുക്ക് അടിസ്ഥാനമായി നമ്മുടെ ജീവന് സംരക്ഷണം ലഭിക്കട്ടെ. ഫാമിൽ മാത്രമല്ല കേട്ടോ, ഫാമിൻ്റെ പുറത്ത് 4ഓളം പേര് കൊല്ലപ്പെട്ടു കഴിഞ്ഞു. കടുവ, ആന എന്ന് വേണ്ട എല്ലാ വന്യജീവികളും വളരെ ചുരുക്കി പറഞ്ഞാൽ 15 വർഷം കൊണ്ട് നമ്മുടെ MLAയും ഇവിടുത്തെ ഭരണകൂടവും പേരാവൂർ നിയോജക മണ്ഡലത്തിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാക്കി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. കാട്ടിൽ എന്തൊക്കെ മൃഗങ്ങളുണ്ടോ? കർഷകൻ്റെ സ്വത്ത്, ജീവനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. സ്വത്ത്, കർഷകൻ്റെ സ്വത്ത്, മയില്, കുരങ്ങ്, പന്നി, മാൻ, കാട്ടിലെന്തൊക്കെയുണ്ടോ അതിൻ്റെ ഇരട്ടി നാട്ടിലാണ്. എന്തെങ്കിലും ചെയ്യാൻ ഈ 15 വർഷം ഒരു MLA എന്ന് പറയുന്നത് നീണ്ട കാലഘട്ടമാണ്. അതായത് ആദ്യത്തെ MLA ആവുമ്പോൾ 3 വയസ്സുള്ള കുട്ടി ഇപ്രാവശ്യം വോട്ട് ചെയ്യണം MLAക്ക്. അത്ര കാലഘട്ടമായി. എന്നിട്ട് ആദിവാസി ഒരു
കഴിവുമില്ലാത്ത ആദിവാസികളെ 17 പേരെ കൊലക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവരെ കുറിച്ച് എന്താ പറയേണ്ടത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ കഴിഞ്ഞ മാസം അവിടെ ഒരു അനീഷ് എന്ന് പറഞ്ഞൊരു ആദിവാസി കൊല്ലപ്പെട്ടു. എന്താ കാരണം എന്നറിയോ? നമ്മുടെ സർക്കാർ, നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഇത് വെളിയിട വിസർജ്യ വിമുക്ത കേരളാണെന്ന്. ഹർഷനൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഈ ആദിവാസി യുവാവ് അനീഷിന് ആ വിസർജനം ചെയ്യാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് ഭാര്യയും മകനെയും കൂട്ടി പുറത്തേക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് വീടിൻ്റെ എവിടെ വെച്ചാന്നറിയോ? വീടിനകത്ത് വെച്ച്, ഇറയത്ത് വെച്ചാണ് കൊല്ലപ്പെടുന്നത്. ജീവനും സ്വത്തിനും അല്ലേ അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത്. അത് ലഭിച്ചിട്ടുണ്ടോ? പിന്നെ MLA എന്തൊക്കെയോ വികസനം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. റോഡ് റീടാർ ചെയ്തത് വികസനം എന്നറിയോ ഹർഷനെ? റോഡ് റീടാർ പ്രകടനം അവരുടെ വലിയ ലിസ്റ്റ് കൊണ്ടുവന്നിരിക്കുക രാവിലെ വീട്ടിൽ. എന്താ പറഞ്ഞിരിക്കുന്നറിയോ? റോഡ് റീടാർ ചെയ്തു. അതിൻ്റെ ഒരു മലയാള പദം ഉപയോഗിച്ചോട്ടോ, എനിക്ക് മനസ്സിലായത്. അത് റോഡ് റീടാർ ചെയ്യുന്ന വികസനമാണ്. അതിന് ഇത്ര കോടി ചെലവഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഈ പേരാവൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഇങ്ങനെ പുച്ഛിക്കരുത്. ഇത് റൈറ്റ് അടുത്ത റൗണ്ട് തിരിച്ചു. ഇപ്പം ഇവർ രണ്ടുപേരും പറഞ്ഞത് കേട്ട് കാണുമല്ലോ. അതിൽ ഈ പറഞ്ഞു വെച്ച ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് എന്താണ് MLAയുടെ നടപടി ഉണ്ടായിട്ടുള്ളത്? അതെ, ഇതിനകത്തെ ഇപ്പോൾ അല്ല ഒരു മിനിറ്റ് നമ്മളിവിടെ ചർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട്. ആ അവസരത്തിൽ മൈക്ക് തരും. ആ അവസരത്തിൽ ചോദ്യം ചോദിച്ചതിന് ശേഷം ഉത്തരം പറഞ്ഞ് നമുക്കത് അവസാനിപ്പിക്കാം. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഉത്തരം പറയാൻ നിർബന്ധിക്കുകയും ചെയ്യരുത്. പരമാവധി ആളുകൾക്ക് മൈക്ക് തരാൻ ശ്രമിക്കും. ഇവിടെ ഇടതുമുന്നണിയുടെ സഹ പാനലിസ്റ്റ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, മലയോര ഹൈവേ അത് ഇടത് മുന്നണി ഗവൺമെൻറ് കൊണ്ടുവന്നതാണ് എന്ന്. ചെറുപുഴ തൊട്ട് ആണ് ഇതിൻ്റെ ആരംഭം കുറിക്കപ്പെടുന്നത്. ചെറുപുഴ തൊട്ട് വള്ളിത്തോട് വരെയുള്ള ഫസ്റ്റ് റീച്ച് അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവരപ്പെട്ടതാണ്. വള്ളിത്തോട് തൊട്ട് മണത്തണ വരെയുള്ള സെക്കൻഡ് റീച്ച് അതും ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊണ്ടുവരപ്പെട്ടതാണ്. അപ്പം പച്ചയായ കള്ളങ്ങൾ ചാനലിൻ്റെ മുമ്പിൽ നിന്ന് വന്ന് പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുക എന്ന നയം സ്വീകരിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. രണ്ടാമത് ഇദ്ദേഹം പറഞ്ഞത് കാർഷിക മേഖലയിൽ ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം കർഷകരെ സഹായിക്കാൻ ഒന്നും ചെയ്തില്ല എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഈ പേരാവൂർ നിയോജക മണ്ഡലത്തിനകത്ത് വന്യമൃഗശല്യം ഒരു തരത്തിൽ പറഞ്ഞാൽ രൂക്ഷമായി തുടങ്ങുന്ന ഒരു കാലഘട്ടം. ആ കാലത്ത് കർഷകരെ സഹായിക്കാൻ, മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കേളകം ഗ്രാമപഞ്ചായത്തിൽ 13 കോടി രൂപ മുടക്കിക്കൊണ്ട് 10 കിലോമീറ്റർ ദൂരത്തിൽ ആനമതിൽ നിർമ്മിച്ചത് സണ്ണി ജോസഫ് MLA ആണ്. തെറ്റായതാണ് എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ അവരവരുടെ സമയത്ത് സംസാരിക്കുക. ഞാനൊരു കാര്യം പറയട്ടെ, സഹ പാനലിസ്റ്റുകൾക്ക് സംസാരിക്കാനുള്ള സമയത്ത് സംസാരിക്കാം. ആനമതിൽ കൊണ്ടുവന്നത് ശുദ്ധമായ നുണയാണെന്ന് പറഞ്ഞാൽ ആ ആനമതിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തേക്ക് ഒരു വാഹനത്തിൽ നിങ്ങൾ ആരൊക്കെ വരുന്നുവോ അത്രയും ആളുകളെ ഞാനൊരു കാര്യം പറയട്ടെ, BJPയുടെ പാനലിസ്റ്റിന് ആറളം ഏതാണെന്നും കേളകം ഏതാണെന്നും മനസ്സിലാകാതെ പോയത് എന്റെ കുറ്റമല്ല. കേളകത്ത് കൊണ്ടുവന്ന ആനമതിലിനെ കുറിച്ചാണ് ഇദ്ദേഹം ഞാൻ പറയുന്നത് കൃത്യത വരുത്തിയിട്ട് കാര്യങ്ങളിലേക്ക് പോകണം. അല്ല, ഞാൻ പറഞ്ഞത് കേളകത്ത് വന്ന ആനമതിലിനെ കുറിച്ചാണ്. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആറടത്തെ ആനമതിലിനെ കുറിച്ചാണ്. ഞാൻ അതിലേക്ക് വരികയാണ്. ആറടത്തെ ആനമതിലിന്റെ പ്രശ്നം എന്താണ്? അവിടെ ആനമതിലിന് വേണ്ടി ഫണ്ട് അനുവദിക്കപ്പെട്ടു. അതിനകത്ത് സാങ്കേതികമായ പ്രശ്നങ്ങൾ ഉണ്ടായി. ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സാങ്കേതികമായ അവര് ചെറിയ സംശയങ്ങൾ ചോദിക്കുന്നതാണ്. അത് ഉത്തരം പറഞ്ഞോ? അതില്ല. അതെന്നാന്ന് ചോദിച്ചാല് ആ സാങ്കേതികമായ പ്രശ്നങ്ങളുണ്ടായി. ഒരു MLA എന്ന നിലയിൽ ഇടപെടൽ നടത്താവുന്നതിന്റെ പരമാവധി ഇടപെടൽ അത് വേണ്ട രീതിയിൽ നിർവഹിക്കാനും സാധിച്ചില്ല. മലയാളം ഒരു പോയിന്റ് പൂർത്തിയാക്കിക്കോട്ടെ, പറയും. നടത്തുന്നതിനിടയിൽ 3 മന്ത്രിമാർ അവിടെ നേരിട്ട് വന്നു. ഈ ആനമതിലിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് അല്ല അവർ പറഞ്ഞു ഇടയ്ക്ക് ഇടപെടല്ലേ. അവർ പോയിന്റ് പൂർത്തിയാക്കുക. ഇല്ലില്ല, പ്രശ്നമില്ല, പോയിന്റ് പൂർത്തിയാക്കുക. ചില സംശയങ്ങൾ വരും, അതുകൊണ്ടാണ് പോയിന്റ് പൂർത്തിയാക്കുന്നത്.
ഇല്ലില്ല ഞാൻ അല്ല 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 നിരന്തരം ഇടപെടുന്നതുകൊണ്ടാണ് ഞാൻ പറയട്ടെ അല്ല പോയിന്റ് പൂർത്തിയാക്കട്ടെ പോയിന്റ് പൂർത്തിയായിട്ട് തിരിച്ചു വരാം പറഞ്ഞു. മന്ത്രിമാർ വന്നു, ആനമതിൽ പൂർത്തീകരിക്കുമെന്ന് വാഗ്ദാനം നൽകിപ്പോയി. ആനമതിൽ പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചില്ല. ഞങ്ങൾ ഭരണത്തിൽ പഞ്ചായത്തുകളിൽ വന്നതിന് ശേഷം കളക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ആറളത്തെയും കേളകത്തെയും കൊട്ടിയൂരിലെയും അയ്യങ്കുന്നിലെയും പ്രസിഡന്റന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ ആനമതിൽ പൂർത്തീകരിച്ചിട്ടില്ലെങ്കിൽ ഇനിയും അവിടെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് വളരെ കൃത്യതയോടെ മുന്നറിയിപ്പ് കൊടുത്തു. ആനമതിൽ പൂർത്തീകരിക്കാതെ പോയത് MLA-യുടെ പിടിപ്പുകേട് കൊണ്ടല്ല, ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ്. ഞാനിങ്ങ് വരുന്ന വഴി ഇപ്പൊ ഈ മലയോര മേഖലയിലൂടെ എല്ലാം കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററിനൊപ്പമുള്ള ഒരു പോസ്റ്റർ പന്നിയുടെ പടമാണ്. അപ്പൊ പന്നിയും മത്സരിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നാവുന്ന തരത്തിൽ ആ വിഷയം ഇവിടെ ഒരു വലിയ പ്രശ്നമാണ്. ഞാൻ പറയാം, വന്യമൃഗങ്ങളുടെ പ്രശ്നം പറയാം. അതിനു മുമ്പ് ഈ നമ്മുടെ മലയോര ഹൈവേയുടെ പണി പൂർത്തീകരിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണെന്ന് പറഞ്ഞല്ലോ. ഞാൻ എൻ്റെ വീടിന് മുന്നിലൂടെ മലയോര ഹൈവേ കടന്നു പോകുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന പല ആളുകളുടെയും മലയോര ഹൈവേയിലൂടെ യാത്ര ചെയ്യുന്നവരാണ്. ഈ 10 വർഷത്തിന് ഇടയിലാണ് എൻ്റെ വീടിന് മുമ്പിലെ മലയോര ഹൈവേയുടെ പണി പൂർത്തീകരിക്കപ്പെട്ടത്. ഉമ്മൻചാണ്ടി അല്ലല്ലോ ഭരിക്കുന്നത്, പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്താണ് എൻ്റെ വീടിന് മുമ്പിലൂടെ കടന്നു പോകുന്ന മലയോര ഹൈവേയുടെ പണി പൂർത്തീകരിച്ചത്. മലയോര ഹൈവേയുടെ പണി എപ്പോഴാണ് പൂർത്തീകരിച്ചത്, എപ്പോഴാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഈ ഇരിട്ടിയിലെയും പേരാവൂരിലെയും ജനങ്ങളോട് ഇങ്ങനെ VD സതീശൻ പറയുന്ന പോലെ നുണ പറഞ്ഞുകൊണ്ടൊന്നും ആളുകൾ വിശ്വസിക്കില്ല. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പോകണം. ഇനി ഞാൻ നമുക്ക് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരാം. നമ്മൾ പറയുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു പോകണം. എന്തുകൊണ്ടാണ് ആറളം ഫാമിലെ ആനമതിൽ നിർമ്മാണം പൂർത്തീകരിക്കപ്പെടാതെ പോയത്? നമ്മൾ യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണ്ടേ? ആറളം ഫാമിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ദാരുണമെന്ന് വിശേഷിപ്പിക്കേണ്ടുന്ന ഒരു സംഭവമാണ് അവിടെയുള്ള ആദിവാസികൾ കൊല ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം. അതിലൊരു സംശയവുമില്ല, അതിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷെ എന്താ പ്രശ്നം? 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലെത്തി. 2018 നിങ്ങൾ കേൾക്കൂ, 2018 LDF സർക്കാർ 22 കോടി രൂപ ആനമതിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി അനുവദിച്ച് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കരാർ നൽകി. 2018 ഇവിടെ പറഞ്ഞല്ലോ സാങ്കേതികമായ പ്രശ്നം. എന്താണ് സാങ്കേതികമായ? 2018 ഞാൻ പറഞ്ഞു കേട്ടെ, ഇദ്ദേഹം ഇവിടെ പറഞ്ഞല്ലോ എന്താണ് സാങ്കേതിക പ്രശ്നം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. 2018 22 കോടി രൂപ അനുവദിച്ച് ആ പദ്ധതിക്കെതിരായി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് ആരാണെന്നാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യം. ഞാൻ പറഞ്ഞുതരാം. ആറള ഫാമിലെ 2 ആദിവാസി സഹോദരങ്ങളെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത് ഈ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന വേലായുധേട്ടനാണ്. കേസ് കൊടുപ്പിച്ച് ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ആ കരാറിൽ നിന്ന് ULCC പിൻവാങ്ങിയത്. നിങ്ങളാണിപ്പോ പറഞ്ഞത് സംസാരിക്കാൻ അനുവദിക്കാനാണ് നിങ്ങൾ പറഞ്ഞത്. എന്നെ സംസാരിക്കാൻ അനുവദിക്കുമോ? നിങ്ങൾ പറയുന്നത് കേൾക്കൂ. നമ്മളുടെ സംവാദം പോയിന്റ് ക്ലിയർ ആക്കും. നിങ്ങൾ നോക്കൂ, 2018 കേസ് കൊടുത്തു. എന്താ കേസ്? ULCCക്ക് കൊടുത്തത് അഴിമതി നടത്താനാണെന്ന് പറഞ്ഞു. ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ MLA-മാർ ULCCയെ കൊണ്ട് തങ്ങളുടെ മണ്ഡലത്തിലെ വികസന പദ്ധതി ഒന്ന് നടത്തി കിട്ടുമോന്നാ പറഞ്ഞ് ULCC കയറിയിറങ്ങുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, അങ്ങനെ മുടങ്ങിയതിന് ശേഷം പിന്നീട് കരാറെടുത്തതാരാ? MLA-യുടെ ഏറ്റവും അടുത്ത ചങ്ങാതിയായ ഒരു കോൺഗ്രസ്സുകാരൻ, ആ കാസർഗോഡിലെ കോൺഗ്രസ്സുകാരൻ. നിങ്ങൾ നോക്ക്, നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. ഈ ന്യൂസ് മലയാളത്തിന് ഈ സംഭവത്തിന് ശേഷം ന്യൂസ് മലയാളത്തിന് അന്വേഷിക്കാം. നാളെ രാവിലെ ആറള ഫാമിൽ പോയി അന്വേഷിക്കാം. ആ കരാറുകാരൻ പദ്ധതി പാതി വഴിയിൽ പൂർത്തിയാക്കി പോയി. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് പൂർത്തീകരിക്കട്ടെ. നിങ്ങൾ നോക്കൂ, പൂർത്തീകരിക്കട്ടെ. യഥാർത്ഥത്തിൽ 2018 അനുവദിക്കപ്പെട്ട ആ ഫണ്ട് കൊണ്ട് ULCC പണി പൂർത്തീകരിച്ചിരുന്നെങ്കിൽ 2020 ആ പണി പൂർത്തിയാവും. 2020 ശേഷം ആറള ഫാമിൽ 9 പേർ കൊല ചെയ്യപ്പെട്ടു. 2026 ഫെബ്രുവരിയിൽ അനീഷ് വരെ. ആ 9 പേരുടെ കൊലപാതകത്തിന് ഈ MLA മറുപടി പറയണം. 9 പേരുടെ കൊലപാതകത്തിന് വന്യമൃഗ ശല്യം എന്നുള്ളത് ന്യൂസ് മലയാളം ഞാൻ എനിക്ക് പറയാനുള്ളത്, ഈ ഇലക്ഷന്റെ വിഷയം മാത്രമല്ല ഇത് ഈ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ പ്രശ്നമാണ്. അത് ഇതൊരു ഇലക്ഷൻ സമയത്ത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ആനമതിലിന്റെ ഇതറിയോ, ഈ കഴിഞ്ഞ ആഴ്ച 26-ാം തീയതി മാതൃഭൂമി പത്രത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. 26-ാം തീയതിയാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അതായത് ഇവർ പറഞ്ഞ ആ കേളകത്തെ മതിലില്ലേ, അത് ആന ചെറുക്കിനെയൊന്നും തട്ടി താഴെയിട്ട് അതിലേക്ക് കടന്നുപോയി. ആന മതിലിന്റെ ബലാണ് ആലോചിക്കേണ്ടത്. ഈ കേസ് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ, അതെന്താണെന്നറിയോ? 1 മീറ്റർ ഫൗണ്ടേഷൻ വേണം. ആനയാണ് കേട്ടോ, ആന മതിലാണ് പണിയുന്നത്.
എത്രയെന്നറിയോ ഫൗണ്ടേഷൻ 10 സെന്റിമീറ്റർ. ആദിവാസികൾ അത് കുഴിച്ചു നോക്കിയപ്പോൾ 10 സെന്റിമീറ്ററേ ഉള്ളൂ. അവർ ഹൈക്കോടതിയിൽ പോയി. ശരിയാണോ തെറ്റാണോ? ഇത് നോക്കാൻ ആരാണ് വേണ്ടത്? ഇത് ശ്രദ്ധിക്കാൻ MLAക്ക് സമയമില്ല, ഇത് ശ്രദ്ധിക്കാൻ ഗവൺമെന്റിന് സമയമില്ല. ചേർത്ത് പറയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. കേന്ദ്ര നിയമമാണ് അടിസ്ഥാനപരമായി ഈ വന്യമൃഗശല്യത്തിന്റെ പ്രധാന കാരണം എന്നുള്ളത്. അതാണ് ഏറ്റവും പ്രധാന ആരോപണമായി. കൈയടിച്ചു കഴിഞ്ഞോ? കോൺഗ്രസ്സുകാർ ഇതുവരെ ആ നിയമം ഒന്ന് എടുത്ത് വായിച്ചു നോക്ക്. നിങ്ങളുടെ നേതാവാണ് പറഞ്ഞത് ആ നിയമത്തിൽ ഒരു മാറ്റവും വേണ്ട, ആ നിയമം അന്തസ്സായി ഇച്ഛാശക്തിയോടുകൂടെ നടപ്പിലാക്കിയാൽ മാത്രം മതി. കൈയടിക്കാൻ വന്നിരുന്നിട്ട് കാര്യമില്ല. ആദ്യം നിയമം എടുത്ത് വായിച്ചു നോക്കണം. കർശന നിയമം വായിച്ചിട്ടില്ലേ? ആ നിയമത്തിന് എന്തെങ്കിലും മാറ്റം ഇപ്പൊ വരുത്തിയിട്ടുണ്ടോ? കേരളം മാത്രമാണോ ആ നിയമത്തിന്റെ കീഴില്? കേരളത്തിൽ മാത്രമാണോ വന്യജീവി? കേരളത്തിൽ മാത്രമാണോ വന്യജീവി? എല്ലാ പ്രദേശങ്ങളിലും ആ നിയമം മതി. ആ നിയമം ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചാൽ ആ നിയമം ധാരാളമാണ്. പക്ഷെ പന്നിയെ പോലും വെറുമിനായിട്ട് പ്രഖ്യാപിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് ആര്? കേന്ദ്ര സർക്കാർ മനുഷ്യ ജീവൻ അപകടം വരുത്തുന്ന ഏത് ജീവിയെയും കൊല്ലാൻ നിയമമുണ്ട് ഹർഷൻ. പേപ്പട്ടിയെ പോലും കൊല്ലരുത് എന്നുള്ളതാണ് നിലനിൽക്കുന്ന നിയമം. അല്ല മനുഷ്യ ജീവന ആപത്കരമാണെന്ന് കരുതി നിങ്ങളെ നിയമം പ്രശാന്ത് നമ്മുടെ മേഡം നിങ്ങളെ പോലെ ഈ കേരളത്തിന് മാത്രം ഒതുങ്ങുന്ന ഒരു കൊച്ചു പ്രസ്ഥാനമല്ല ഇത്. ഈ ഭാരതം ഭരിക്കുന്ന 22 സംസ്ഥാനം ഭരിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ആ മുന്നണിക്ക് കൃത്യമായി എങ്ങനെയാണ് നിയമം നടപ്പിലാക്കേണ്ടതെന്നറിയാം. നടപ്പിലാക്കിയിട്ടുമുണ്ട്, ആവശ്യത്തിന് നിയമമുണ്ട്. അത് നടപ്പിലാക്കാൻ ഇച്ഛാശക്തി ഇല്ലാത്ത സർക്കാരും അതിനെ താങ്ങുന്ന ഇന്ത്യ മുന്നണിയിലെ MLAയും ഉണ്ടായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ചെറിയ ചില ചോദ്യങ്ങളിലേക്ക് പിറകെ പോയതിനു ശേഷം തിരിച്ച് നമുക്ക് അടുത്ത ചർച്ചയിലേക്ക് വരാം. ആരോടെ ചോദ്യം? എവിടെ ചോദിച്ചോ? മൈക്ക് ഓണാണ്. എന്റെ ചോദ്യം ആദ്യത്തെ ചോദ്യം കണക്കിടാം. ഇപ്പോ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞു MLA ഒന്നും ചെയ്തില്ല എന്ന്. അപ്പോൾ ഈ മലയോര ഹൈവേ അത് UDF സർക്കാരിന്റെ കാലത്താണ്. തലശ്ശേരി കൂട്ടുപുഴ പാലം വരെയുള്ള വളവാറ റോഡ്, ആ റോഡ് MLAയുടെ വികസനമാണ്. ഞങ്ങളൊക്കെ തലശ്ശേരി വളവാറ റോഡൊക്കെ UDFിന്റേതാണെന്ന് വിശ്വസിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഒരു കോളേജ് ഈ മണ്ഡലത്തിൽ കൊണ്ടുവന്നത് ഈ MLA ആണ്. പക്ഷെ ഇവിടെ മണത്തണ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഒരു കെട്ടിടം പണിതു. ആ കെട്ടിടത്തിൽ സർക്കാർ പണിതാ. അതിനൊരു ഫിറ്റ്നസ് അതാണ് സർക്കാർ ചെയ്യുന്നത്. രണ്ടാമത് ആനമതിലിന്റെ സംരക്ഷണം, പ്രളയത്തിൽ സംരക്ഷണത്തിൽ തകർച്ച വന്നു. അതിന് സംരക്ഷണത്തിന് 10 ലക്ഷം രൂപ അനുവദിക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടില്ല. നാട്ടിലിറങ്ങുന്ന വന്യജീവികളെ കൊല്ലാനുള്ള നിയമം കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് നടപ്പിക്കാൻ ഈ NDA പ്രതിനിധികൾ എന്ത് ചെയ്തു? ഒരു കാര്യം, നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചോദിച്ചാൽ അതായിരിക്കും നല്ലത്. കാരണം വന്ന പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടല്ലോ. ഇതിനെല്ലാം മറുപടി ലിസി പറഞ്ഞതാണ്. ഇതിൽ ഈ തലശ്ശേരി വളവുപാറ KSTP റോഡ് ഈ സണ്ണി ജോസഫ് കൊണ്ടുവന്നാന്നൊക്കെ വിശ്വസിച്ച് നിൽക്കുന്ന നമ്മുടെ പേരാവൂരിലെ ചില കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാരുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ഇരിട്ടി പാലം ഉണ്ടാക്കിയത് സണ്ണി ജോസഫാണെന്ന് പറഞ്ഞ ആളാണ്. തലശ്ശേരി മുതൽ വളവുപാറയുള്ള ഒറ്റ പദ്ധതിയായ KSTP റോഡിനകത്ത് 7 പാലമുണ്ട്. ആ 7 പാലം ഉണ്ടാക്കിയത് സണ്ണി ജോസഫാണെന്ന് വിശ്വസിച്ച് നിൽക്കുന്ന കോൺഗ്രസ്സുകാരാണ് ഈ പേരാവൂർ മണ്ഡലത്തിലുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പറഞ്ഞൊരു കാര്യത്തിന് ഉത്തരം അദ്ദേഹത്തിന് ചോദ്യത്തിന്റെ ഉത്തരം കൊടുക്കട്ടെ. ഞാൻ പറയുന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താ? ഈ പേരാവൂർ മണ്ഡലത്തിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം കൊണ്ടുവന്ന് ആരാണെന്ന് പറഞ്ഞത്? ആ സ്ഥാപനത്തിന്റെ പേര് പറയൂ. ഈ പേരാവൂർ മണ്ഡലത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള 2 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്ന് പേരാവൂർ IT-യും കുന്നോത്ത് IHRD കോളേജും. ആ 2 സ്ഥാപനം വന്നത് ശൈലജ ടീച്ചറുടെ നിങ്ങളെ ആരാണ് മനസ്സിലാക്കിപ്പിച്ചിരിക്കുന്നത്? ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ എന്താ പറഞ്ഞത്? തലശ്ശേരി വളവുപാറ റോഡ് ഇവരുടെ ഭരണത്തിന്റെ നേട്ടമാണെന്നാ പറഞ്ഞത്. 7 പാലങ്ങൾ, അതിനൊരു തർക്കവും ഇല്ല. അതിനകത്ത് 7 പാലങ്ങളുണ്ട്. കൂട്ടുപുഴ പാലം പണി അത് ബോർഡർ അങ്ങോട്ട് കടക്കുന്ന സമയത്ത് പ്രശ്നം ഉണ്ടായിരുന്നു, അറിയാമോ? ആ പ്രശ്നം പരിഹരിക്കാൻ ബാംഗ്ലൂരിലുമായിട്ടും കർണാടക സർക്കാരുമായിട്ടും അവിടുത്തെ മന്ത്രിമാരുമായിട്ടും അവിടുത്തെ IAS ഉദ്യോഗസ്ഥരുമായിട്ടും നിരന്തരം ബന്ധപ്പെട്ട് ആ പ്രശ്നം പരിഹരിച്ച ആ റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച ആളുടെ പേര് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA എന്നാണ്. പാലങ്ങൾ തുണ്ടിപ്പാലം, കൂട്ടുപുഴയിൽ അന്തർ സംസ്ഥാന പാതയിൽ ഞാൻ പറയട്ടെ,
കൂട്ടുപുഴയിൽ അന്തർ സംസ്ഥാന പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി തടസ്സപ്പെടുത്തിയത് ആരാ പറ? ആരാ കർണാടക സർക്കാർ ആരാ ഭരിക്കുന്നത്? കോൺഗ്രസ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ല, അടുത്ത ചോദ്യം ആരോടാ? അത് അവിടെ ചോദിക്കട്ടെ. അവിടെ ആ ചോദ്യം കഴിഞ്ഞു. അവിടെ നിന്ന് ചോദിച്ചു ആരോടാ? കോൺഗ്രസിന്റെ പ്രതിനിധിയോടെ ചോദിക്കേണ്ടത്. ഇവിടെ ചോദിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് പറയാനുള്ളത്. ഇവിടെ ഈ മണ്ഡലത്തിനകത്ത് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം പറഞ്ഞു. ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടെ ഒരു വിഷയം ഇവിടെ ഉന്നയിച്ചു. ഇവിടെ കേരളത്തിനകത്ത് എല്ലാ മണ്ഡലങ്ങളിലും ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. 2009 ശൈല ടീച്ചർ MLA ആയിരുന്ന സമയത്താണ് കുന്നോത്ത് IHRDയുടെ കോളേജ് ആരംഭിക്കുന്നത്. 15 വർഷമായിട്ട് MLA എന്ന നിലയിൽ എന്തെങ്കിലും ഒരു പൈസ അവിടെ കൊടുത്തിട്ടുണ്ടോ? ശൈല ടീച്ചർ കൊണ്ടുവന്ന ബിൽഡിംഗ്, ശൈല ടീച്ചർ കൊണ്ടുവന്ന കോളേജിൻ്റെ ഭാഗമായിട്ട് എല്ലാ അടിസ്ഥാന സൗകര്യവും ടീച്ചർ എന്ന നിലയിൽ നടപ്പിലാക്കിയതാണ്. എന്താണ് MLA എന്ന നിലയിൽ കഴിഞ്ഞ 15 വർഷത്തിന് കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് പറഞ്ഞത്, ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോളേജുകളും സ്ഥാപനങ്ങളും ഇനി കേരളത്തിൽ അനുവദിക്കുന്നതല്ല എന്ന പേപ്പർ കട്ടിങ്ങുകളും നിയമസഭയിലെ അതിൻ്റെ മറുപടിയും കൃത്യമായി ഞാൻ നിങ്ങളുടെ മുൻപിൽ പ്രസന്റ് ചെയ്യാം. ഇനി വിദ്യാഭ്യാസ രംഗത്ത് MLA എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കീഴൂർ ചാവശ്ശേരി സ്കൂളിൽ 50 ലക്ഷം രൂപ മുടക്കി MLA ഫണ്ടും അതുപോലെ സ്പോർട്സ് കൗൺസിലിന്റെ 50 ലക്ഷവും മുടക്കി 1 കോടി രൂപയുടെ ഗ്രൗണ്ട്, അതുപോലെ പാലാ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 25 ലക്ഷം. അത് നടന്നുകൊണ്ടിരിക്കുക പൂർത്തീകരിക്കണ ഘട്ടത്തിൽ എത്തി നിൽക്കുക. 25 ലക്ഷം രൂപ മുടക്കി പാലാ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്ഥലം 15 വർഷമായിട്ട് 15 വർഷത്തിന് മുമ്പല്ലല്ലോ മേടിച്ചത്. തുടങ്ങിയ സമയത്താണല്ലോ പൂർത്തീകരിക്കാൻ പറ്റുക. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർത്തീകരണ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. ഒരു പണി തുടങ്ങിയ പിറ്റേ ദിവസം പൂർത്തീകരിക്കാൻ പറ്റൂലല്ലോ. 15 വർഷം ഒരു മണ്ഡലത്തെ പ്രതികരിച്ച MLAയുടെ പാർട്ടിയുടെ നേതാവ് പറയുന്നത് എന്ത്? ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഫണ്ട് വെക്കണ്ടെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. VD സതീശൻ പറയുന്നതിനേക്കാൾ വലിയ കള്ളാണ് പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ വലിയ മുന്നേറ്റം നമ്മൾ കാണണം. ആ മുന്നേറ്റത്തിന്റെ ഭാഗമായി ഈ പേരാവൂർ മണ്ഡലത്തിൽ ഒരു സർക്കാർ വിദ്യാലയം, ഒരു സർക്കാർ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിക്കാൻ സാധിച്ചോ? ഒരു കോളേജ് പറയൂ. ഈ പേരാവൂരിലെ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പഠിക്കാൻ, ഈ പേരാവൂരിലെ ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് പഠിക്കാൻ നിങ്ങൾ ആലോചിച്ചാൽ 14 നിയോജക മണ്ഡലങ്ങളിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നതിന് തുടക്കം കുറിച്ച തീരുമാനമെടുത്ത മന്ത്രിസഭയാണ് ഉമ്മൻചാണ്ടിയുടേത്. ഈ നിയോജക മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും ആശുപത്രി ഉണ്ട്. അവിടെ അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞിട്ട് ഒരു വാർഡ് എത്ര 3 കോടിയിലധികം രൂപ ചെലവഴിച്ച് 2 നില ബിൽഡിംഗ് എടുത്തിട്ട് 2018 ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ടീച്ചർ അമ്മ ഉദ്ഘാടനം ചെയ്തു പോയിട്ട് 8 വർഷം കഴിഞ്ഞു. അവിടെ ഒരു ഗൈനക്കോളജി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഞാൻ രണ്ടും പറയാം. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ 14 മെഡിക്കൽ കോളേജിന്റെ കാര്യം പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ജില്ലാ ആശുപത്രിയുടെ ബോർഡിന് മുകളിൽ മെഡിക്കൽ കോളേജിന്റെ ബോർഡ് വെച്ച് പോയവരാണ്. ഈ കേരളത്തിലെ ഉന്നത ആരോഗ്യ മേഖലയിലെ മാറ്റം നിങ്ങൾ കാണണം. CPM പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഇവിടെ 10 വർഷക്കാലം ഭരിച്ചിട്ട് സർക്കാരിനെ കുറിച്ച് യാതൊന്നും പറയാനില്ല എന്ന് പറയുന്നു. ഈ 10 വർഷക്കാലം വന്ന നികുതിയുടെയും അതുപോലെ നമുക്കൊരു ചെറിയ വീട് വെക്കണമെങ്കിൽ അതിൻ്റെ പെർമിറ്റിൻ്റെയും പൈസ എത്രമാത്രമാണ് കൂട്ടിയത് ഈ 10 വർഷം കൊണ്ടെന്നുള്ളത് ഇവിടെ വ്യക്തമാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ജീവിക്കുവാനുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഇവിടെ സാധിക്കുന്നില്ല. അതുപോലെ ദൈനംദിന സാധനങ്ങൾ, അരിയും സാധനങ്ങളുടെ വിലകൾ എത്രമാത്രം വർദ്ധിച്ചു എന്നുള്ളത് നികുതി വർദ്ധിപ്പിച്ചത് അതൊക്കെയാണ് സാധാരണക്കാരായ സാധാരണക്കാരെ ബാധിക്കുന്ന പ്രധാന പ്രശ്നം. ജീവനും സ്വത്തിനും പോലെ തന്നെ വീട് വെക്കുവാനും അവരുടെ വികസനം ജനങ്ങളുടെ ജീവൻ ഉണ്ടെങ്കിലല്ലേ വികസനം വന്നിട്ട് കാര്യമുള്ളൂ. ജനങ്ങളെ മരണപ്പെട്ടു എത്ര ലഹരിക്ക് അടിമയായി എത്ര ജനങ്ങൾ ഇവിടെ മരിച്ചു. അതുപോലെ തന്നെ കടക്കണിയിലാകപ്പെട്ട എത്ര പേര് ഇവിടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഈ 10 വർഷത്തിൽ. ഈ 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ക്യാമ്പയിൻ എന്താണെന്ന് ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സഹായകരമാണ് ഈ വാദം. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ബാലിശമായ
എത്ര അപക്വമായ വാദങ്ങളാണ് 10 വർഷം കേരളത്തിൽ ഭരിച്ച ഒരു സർക്കാരിനെതിരായി UDF ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപക്വമാണോ? നിങ്ങൾ എത്ര അപക്വമായ വാദങ്ങളാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ ഈ രാജ്യത്ത് ഏറ്റവും മാതൃകയായി നിൽക്കുന്നത് കേരളമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ മറുപടി പറയട്ടെ, നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയട്ടെ. നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി വേണോ? നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി വേണോ? നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി വേണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ അതിലേക്ക് വരാം. നമുക്ക് പറയേണ്ട കാര്യമാണ്. നിങ്ങളുടെ മെഡിക്കൽ കോളേജിന്റെ മറുപടി പറയട്ടെ. 2018 ഉദ്ഘാടനം നമ്മുടെ അമ്മയും കുഞ്ഞും എന്ന് പറഞ്ഞ് സ്ഥാപിച്ച 2 നിലയുള്ള എല്ലാ ഉപകരണങ്ങളുമുള്ള നമ്മുടെ ഈ ഇരിട്ടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ഒരു ഗൈനക്കോളജി ഡോക്ടർ 1970-കളിൽ അവിടെ ഗൈനക്കോളജി ഡോക്ടർ ഉണ്ടായിരുന്നു. ആലോചിക്കണം കേട്ടോ, എന്തുകൊണ്ടാണ് ഒരു ഡോക്ടറെ നിയമിച്ച് ആ കെട്ടിടം തുറന്നു കൊടുക്കാത്തത്? 2 കാര്യം പറയാം. ഒന്ന്, ചോദ്യത്തിന് മറുപടി പറയാം. ഈ കേരളത്തിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കേരളത്തിൽ പൊതുവിതരണ സംവിധാനത്തിൽ ഉണ്ടായ മുന്നേറ്റത്തെ കുറിച്ച് നമ്മുടെ കേരളത്തിന് അനുഭവവേദ്യമായി നിങ്ങൾക്ക് മറുപടി പറയണോ? നിങ്ങൾ മറുപടി പറയട്ടെ. നിങ്ങൾ നോക്കൂ, കേരളത്തിന്റെ പൊതുവിതരണ മേഖലയിൽ ഉണ്ടായ മുന്നേറ്റത്തെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുന്ന കാര്യമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തീർച്ചയായിട്ടും നിഷേധിക്കും. എന്തുകൊണ്ടാണ് ഈ ആശുപത്രിയിലെ ഡോക്ടറെ നിയമിക്കാത്തതിനുള്ള ഉത്തരവില്ല അല്ലേ? സബ്സിഡി എടുത്തു കളഞ്ഞ ഒരു സർക്കാരാണ്. 13 ഇനം സബ്സിഡി സാധനങ്ങളുടെ ഇവർക്ക് സബ്സിഡി എടുത്തു കളഞ്ഞു. ചോദ്യങ്ങളിലേക്ക് ഒന്ന് ഓടിപ്പോകാം. കാരണം അവർക്ക് എല്ലാവർക്കും ചെറിയ മൈക്ക് ഞാൻ പിടിച്ചോളാം. അവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ. ഹലോ, എനിക്ക് സംസാരിക്കാനുള്ളത് ഇരിട്ടിയിൽ ഒരു KSRTC സ്റ്റാൻഡിന് തറക്കല്ലിട്ടിട്ട് നമ്മുടെ ടീച്ചർ പോയിട്ട് എന്തായി അതിന്റെ വിവരം? ഇരിട്ടിയിൽ ഒരു KSRTC ഡിപ്പോയ്ക്ക് തുടക്കം കുറിച്ചത് തുടരേണ്ടത് ആരാ? പിന്നെ MLA വന്നയാള് 15 വർഷം എന്ത് ചെയ്തു? നിങ്ങൾ ചോദിച്ചു നോക്ക്. നിങ്ങളുടെ MLA-യോട് ചോദിച്ചു. ശൈലജ ടീച്ചർ MLA ആയിരിക്കെ അവസാന ഘട്ടത്തിൽ ഈ പേരാവൂർ മണ്ഡലത്തിൽ ഇരിട്ടിയിൽ തറക്കല്ലിട്ട KSRTC-യുടെ ഡിപ്പോയുടെ അവസ്ഥ എന്തായിന്ന് നിങ്ങളുടെ MLA-യോട് ചോദിക്കൂ. തറക്കല്ലിട്ട തുടങ്ങി വെച്ച KSRTC ഡിപ്പോ 15 വർഷം കൊണ്ട് എന്ത് ചെയ്തു എന്ന് പറയൂ. എന്ത് ചെയ്തു? 15 കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു? താലൂക്കിന് അനുവദിച്ച 1 ഏക്കർ സ്ഥലം, കീഴൂർ ചാവശ്ശേരി പഞ്ചായത്തിന് അനുവദിച്ച കമ്മ്യൂണിറ്റി ഹാൾ പണിയാൻ അനുവദിച്ച സർക്കാർ അനുവദിച്ച 1 ഏക്കർ സ്ഥലം, അതിനകത്ത് അനുവാദമില്ലാതെ ഒരു ദിവസം കൊണ്ട് തറക്കല്ലിട്ടു. പിറ്റേ ദിവസം ബസ് കയറ്റി ഡിപ്പാർട്ട്മെന്റ് വന്ന് പൂട്ടി പുറത്താക്കി. നിങ്ങൾ പേരാവൂരിലെ കോൺഗ്രസിന്റെ കുടുംബയോഗത്തിൽ പോയിട്ട് പറഞ്ഞാൽ മതി. ഇത് നിങ്ങൾ ലിസി മേഡം പങ്കെടുക്കുന്ന കുടുംബയോഗത്തിൽ പറഞ്ഞാൽ വിശ്വസിക്കും. വിശ്വസിക്കില്ല. ഇത് ലിസി മേഡം പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ കുടുംബയോഗത്തിൽ പോയിട്ട് പറഞ്ഞാൽ വിശ്വസിക്കും. ഈ നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന പറയുന്ന പച്ചക്കള്ളം ഇടതുപക്ഷത്തിന്റെ പറയാനുള്ളത് ഞാൻ കൃത്യമായി പറയും. ഹലോ മാഡം, 15 കൊല്ലം മുമ്പ് ആദ്യമായി സണ്ണി ജോസഫ് ഇവിടുത്തെ MLA ആയിരുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയായിരുന്നു അധികാരത്തിലിരുന്നത്. അന്ന് K കരുണാകരന്റെ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി ഇവിടുന്ന് നാട്ടുകാരുടെ പൈസ മുടിച്ചു. എവിടെ 36 സെന്റ് സ്ഥലം എഴുതി കൊടുത്തു. എവിടെ? അങ്ങനെ ഒരു പൈസ മേടിച്ചിട്ടില്ല, അങ്ങനെ ഒരു സ്ഥലവും നടത്തിയിട്ടില്ല, അങ്ങനെ ഒരു പിരിവ് നടത്തിയിട്ടില്ല. തെളിവ് കൊണ്ടുവാ. അങ്ങനെ കൊടുത്ത ഒരാളുണ്ടെങ്കിൽ തെളിവ് കൊണ്ടുവാ. അങ്ങനെ ഇല്ലാത്ത കള്ളങ്ങൾ പാർട്ടി ക്ലാസുകളിൽ നിന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോരണ്ട. പാർട്ടി ക്ലാസുകളിൽ അത് പറഞ്ഞാൽ മതി. ഇവിടെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് തന്നെ പോകാം. ചോദിച്ചു. 2011 കേരളത്തിൽ ആദ്യമായിട്ട് ഒരു നിയോജകമണ്ഡലത്തിൽ 2 പാലം ഒരു 11 കിലോമീറ്റർ ഗ്യാപ്പിൽ നിർമ്മിച്ചൊരു ഏതെങ്കിലും ഒരു MLA-യോ മന്ത്രിയോ ഉണ്ടായിട്ടുണ്ടോ? ആരോടാ ചോദ്യം? ഇവിടെ വികസനം ഉണ്ടായിട്ടുണ്ട്. 2 പാലം അടുത്തടുത്ത് പെട്ടെന്ന് നിർമ്മിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ആ ഉത്തരം നമുക്ക് പറയിക്കാം. ആരോട് ഇല്ലേ? മൈക്ക് ഇവിടെ ഇല്ലായിരുന്നോ? ഹലോ. അല്ല, നമ്മൾ ചോദിച്ചു. അല്ലല്ല, അത് തന്നെ ഒരാൾക്ക് കൂടുതൽ അവസരം കിട്ടി അത് തന്നെ ഒരു പ്രശ്നമാവും. അടുത്ത വർഷം കോൺഗ്രസ് അധികാരത്തിൽ വരികയാണെങ്കിൽ കുട്ടികളുടെ പാഠപുസ്തകം കിട്ടുമോ? അതായത് ഓണം ക്ലിയർ ആണ്. ഒറ്റ ചോദ്യം. SDPI-യും
മൈക്ക് അടുത്ത് പിടിക്കുക. SNO ഇല്ലാതെ ഒരു ബന്ധം ഉണ്ടോന്ന് എനിക്ക് ഇപ്പൊ ഉണ്ടായിരുന്ന ഡീൽ വിവാദം. ഓക്കെ, എല്ലാത്തിനും ഒരു മറുപടി പറഞ്ഞോളൂ. ആരോടാ ചോദ്യം? പിന്നെ BP കിറ്റും പിന്നെ മാസ്കല്ല എത്ര കോടി ശൈലജ ടീച്ചർ പറ്റിച്ചോ? അതൊക്കെ എവിടെ പോയി? ശൈലജ ടീച്ചർ പറ്റിച്ചോ? എത്ര പോയി? അതല്ല എവിടെ കൊണ്ടു വെച്ചോ? അല്ല, എല്ലാത്തിനുമുള്ള ഈ 2-3 അല്ല, ഈ ചോദ്യത്തിനെല്ലാമുള്ള മറുപടിയും കൗണ്ടറും ആകാം. ഇപ്പൊ അത്യാവശ്യമായിട്ട് ചോദിക്കാൻ നിന്നവർ ചോദിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞോ. ഇതിനകത്ത് ഒന്ന് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ ഒരു രക്ഷിതാവിൻ്റെ ഒരു മനസ്സാണ്. UDF കേരളത്തിൽ അധികാരത്തിലെത്തിയാൽ കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഈ ചോദ്യം ഈ കേരളത്തിലെ എല്ലാ രക്ഷിതാക്കളുടെയും മനസ്സിലുള്ള ചോദ്യമാണ്. എല്ലാ രക്ഷിതാക്കളുടെയും മനസ്സിലുള്ള ചോദ്യമാണ്. എന്തുകൊണ്ട് അങ്ങനെ ചോദ്യം ചോദിക്കേണ്ടി വന്നത്? 2016 അധികാരം വിട്ടുപോയ UDF സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ഓണപ്പരീക്ഷ എത്തിയിട്ട് കുട്ടികൾക്ക് പാഠപുസ്തകം കിട്ടാത്തൊരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്തെക്കുറിച്ച് ഓർമ്മയുള്ള കേരളത്തിലെ രക്ഷിതാക്കളുടെ മനസ്സിൽ ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും UDF അധികാരത്തിൽ നിങ്ങൾ കോൺഗ്രസിനെ പിന്താങ്ങി നടന്നോ? അതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ കോൺഗ്രസിന് വോട്ട് കൊടുക്കാൻ തീരുമാനിച്ച് നടന്നാൽ മതി. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ നാട്ടിലെ രക്ഷിതാവിന്റെ മനസ്സിൽ മനസ്സിലുള്ള വിഘോരതയാണ് ചോദ്യമായിട്ട് വരുന്നത്. ആ ചോദ്യത്തെ അഭിസംബോധന ചെയ്യണ്ടേ? ആ ചോദ്യത്തെ അഭിസംബോധന ചെയ്യണ്ടേ? നിങ്ങൾ ശൈലജ ടീച്ചർ PP കിറ്റിന്റെ പൈസ നിങ്ങൾ കേൾക്കോ? മറുപടി കേൾക്കോ? നിങ്ങൾക്ക് മറുപടി കേൾക്കണോ? ശൈലജ ടീച്ചർ PP കിറ്റിന്റെയും പിന്നെ എന്തിന്റെ മാസ്കിന്റെയും പൈസ കെട്ടാൻ ചോദിച്ചു. നിങ്ങൾ പണം കട്ടതിന്റെ കഥ കേൾക്കണമെങ്കിൽ നിങ്ങളുടെ KPCC പ്രസിഡന്റ് ഇവിടെ സ്ഥാനാർത്ഥിയോട് ചോദിച്ചാൽ മതി. നിങ്ങളുടെ KPCC പ്രസിഡന്റ് ആയതിനു ശേഷമാണ് ഈ ആപ്പിൽ പൈസ വിധിച്ചത്. സ്റ്റാൻഡ് വിത്ത് വയനാട് 53 കോടി രൂപ, 53 കോടി ഉറുപ്പിക. ഇതാ നിങ്ങളുടെ KPCC പ്രസിഡന്റിന്റെ ആപ്പിനകത്ത് വന്ന തുകയാണ് 54 കോടി 49,78,056 രൂപ. ഇന്നലെ ആപ്പുണ്ടാക്കിയ പൈസ എത്രയാ? ആപ്പിലെത്ര പൈസ? ആപ്പിലുണ്ടാക്കിയ പൈസ എത്രയാ? 9.5 ലക്ഷം മുടക്കി ഉണ്ടാക്കിയ ആപ്പ് ഇവിടെ. ആത്മാഭിമാനമുള്ള കോൺഗ്രസ്സുകാർ ചോദിക്കണ്ടേ? ആത്മാഭിമാനം ഉണ്ടോ? നിങ്ങൾ എന്തിനായി പണിയെടുക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 54 കോടി ഉറുപ്പിക. എന്താ ഇന്നലെ KPCC പ്രസിഡന്റ് പറഞ്ഞത്? ഈ കേരളത്തിലെ ജനങ്ങൾ വയനാടിന്റെ പേരിൽ നടത്തിയ കളവിൽ, വയനാടിന്റെ പേരിൽ നടത്തിയ കൊള്ളയിൽ ചോദിക്കുന്നപ്പോ ഒരു കള്ളക്കണക്കുമായി രംഗത്ത് വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കള്ളക്കണക്കുമായി രംഗത്ത് വന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. 5 കോടി ഉറുപ്പിക ഇവിടെ അദ്ദേഹം ചോദിച്ചു, സ്കൂളുകൾ UDF അധികാരത്തിൽ വന്നാൽ പരീക്ഷ പേപ്പർ കിട്ടുമോ, പുസ്തകം കിട്ടുമോ? ഒരു കാര്യം എനിക്കൊരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും. ഒരു സ്കൂളും അടച്ചുപൂട്ടൂല. ബാറുകളല്ല തുറക്കുക, സ്കൂളുകളാണെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവർ മനസ്സിലാക്കേണ്ട കാര്യം യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി പോകണം. കണ്ണൂർ ജില്ലയിലെ 10 സ്കൂളുകൾ സർക്കാർ വിദ്യാലയത്തിന്റെ പേര് പറയൂ. കേളകം പഞ്ചായത്തിലെ അടക്കമുള്ള ഉമ്മൻചാണ്ടി അധികാരത്തിൽ നിന്ന് ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഇതാണ് UDFന്റെ പ്രശ്നം. വിദ്യാലയം എന്താണ്, സർക്കാർ വിദ്യാലയം എന്താണ് ആപ്പുകൾ ഉണ്ടാക്കിയതും ആപ്പുകളിലൂടെ പണം പിരിച്ചതും ഞങ്ങളാ. അതിന്റെ കൃത്യമായ കണക്ക് KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം കൃത്യമായി പുറത്തുവിട്ടിട്ടുണ്ട്. തിരിച്ചൊരു ചോദ്യം, 746 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോയി. ഇപ്പൊ അവിടെ 410 വീട് പണിയുന്നുണ്ടെന്നാ പറയുന്നത്. ഒരു വീടിനകത്ത് ഒരു കുടുംബം താമസിക്കുന്നുണ്ടെന്ന് ഞാൻ ഇപ്പൊ നിങ്ങളുടെ കൂടെ വരാം. കാണിച്ചു തരാമോ? ഞാനിപ്പോ UDF ഉണ്ടാക്കിയ 300 വീട്ടിലാണ് താമസിക്കുന്നത്. നിങ്ങൾ എന്തായി പറയുന്നത്? നിങ്ങൾ എന്തായി
പ്രശ്നം. ഇതാണ് പ്രശ്നം. ഇതാണ് പ്രശ്നം. ഈ പ്രചരണമാണ് പേരാവൂർ മണ്ഡലത്തിലെ കോൺഗ്രസ് നടത്തുന്നത്. ഞാൻ ആശുപത്രിയെ കുറിച്ച് അതായത് നമ്മുടെ മന്ത്രി, നമ്മുടെ ഇപ്പോഴത്തെ വയനാടിന്റെ പേരിൽ പൈസ വിരിച്ച് പുട്ടടിച്ച പാർട്ടിയാണ്. 2 താലൂക്ക് ആശുപത്രി ഉണ്ട് കേട്ടോ. 4 വർഷം മുമ്പ് ഒരു ആശുപത്രി പൊളിച്ചിട്ടുണ്ട് പേരാവൂര്. ഇതുവരെ പില്ലർ പോലും പൊങ്ങിയിട്ടില്ല. മേടിച്ച് 746 കോടി രൂപയില് ഏതാണ്ട് വലിയൊരു തുക. നിങ്ങൾ എന്താ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യം. ഞാൻ പറയുന്നത് സത്യം. എന്താണ് വരുന്ന ചോദ്യം? എന്താണ് നിങ്ങൾ പറയുന്നത്? ആരോടാ ചോദ്യം? എന്റെ ചോദ്യം LDFന്റെ പ്രതിയോടാണ്. ചോദിച്ചോ. 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇന്നസെന്റിനെയും KPSC എഴുതിയും കൊണ്ടൊരു പരസ്യം ഉണ്ടായിരുന്നു. സമ്പൂർണ്ണ മദ്യനിരോധനത്തിന് പ്രതിജ്ഞാബദ്ധരാണ് LDF സർക്കാർ എന്ന്. ഇന്ന് പിണറായി വിജയൻ അധികാരത്തിൽ വന്നിട്ട് 10 വർഷം തികയുകയാണ്. അന്ന് 29 ബാർ ഉണ്ടായിരുന്നത് ഇന്ന് കേരളത്തിൽ 884 ബാറായി നിങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇതാണോ നിങ്ങളുടെ മദ്യനയം? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ മദ്യനയം സുവ്യക്തമായ മദ്യനയമാണ്. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് നയം. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് നയം. മദ്യവർജനമാണെന്ന് അദ്ദേഹം പറയുന്നത്. മദ്യനിരോധനം ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് വെച്ച നയമല്ല. നിങ്ങൾ ഈ ഐക്യജനാധിപത്യ മുന്നണി സർക്കാർ കോഡ് വാങ്ങി പേരാവൂരിലെ കോൺഗ്രസ്സുകാരെ നിങ്ങൾ ബാറിനെ കുറിച്ച് അധികാരത്തിൽ വരുമ്പോൾ ബാർ തുറക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ബാറിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോയാൽ ബാറിൽ ആരാണ് പോകുന്നത്? ബാറിൽ പോകുന്ന ആളുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും. ബാറിനെ കുറിച്ചൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ. ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രിയെ പറ്റി പറഞ്ഞില്ലേ? ഗവൺമെന്റ് ആശുപത്രി പോയി കഴിഞ്ഞാൽ ഒരു മരുന്ന് പോലും അവിടുന്ന് കിട്ടുന്നില്ല. എല്ലാം പുറത്തുനിന്നാണ് മേടിക്കുന്നത്. ഇന്നലെ അടക്കം തെളിവടക്കമുണ്ട്. അതെന്താ ഉണ്ടായിട്ടുള്ളത്? ഞാൻ ഇതിന് ഉത്തരം പറയട്ടെ. ഞാൻ പെട്ടെന്ന് പറയാം. കേരളത്തിൽ ഒരു മുന്നണി, ഈ കേരളത്തിൽ മത്സരിക്കുന്ന ഒരു മുന്നണി, ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ ഇറക്കിയ ഒരു ഔദ്യോഗിക പരസ്യമുണ്ട്. നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. എന്താ പരസ്യത്തിൽ പറയുന്നത്? നിങ്ങൾ എല്ലാവരും സർക്കാർ ആശുപത്രിയിൽ നിന്ന് ഒഴിവാക്കി സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയിക്കോ. സ്വകാര്യ ആശുപത്രിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് UDFന്റെയും കോൺഗ്രസിന്റെയും നയം. എന്താ കേരളത്തിലെ ആരോഗ്യ മേഖല? നിങ്ങൾ ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തിയാൽ ഈ കേരളത്തിലെ മെഡിക്കൽ കോളേജിന്റെ ICUവിനകത്ത് വരെ നിങ്ങൾ നിയമിച്ച പിൻവാതിൽ നിയമനക്കാരൻ ഇവിടുത്തെ ആശുപത്രിയിൽ മതിയായ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ചികിത്സിക്കാനുള്ള ആളില്ല, മരുന്ന് വിതരണത്തിന് വേണ്ടി മതിയായ സ്റ്റാഫ് ഇല്ലാത്തതിനാൽ രോഗികൾ സഹകരിക്കണം. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ അത് ഗവൺമെന്റിന്റെ പിടിപ്പുകേടാ. ആശുപത്രികളിൽ ആരാ മരുന്ന് കൊടുക്കണ്ടേ? ഒരു ചോദ്യം. മട്ടന്നൂരില് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അതിന്റെ അവസ്ഥ? പറ. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ ഇല്ല, സ്റ്റാഫ് ഇല്ല എന്ന് പറഞ്ഞല്ലോ. ആര്? BJPയുടെ പ്രതിനിധി. യഥാർത്ഥത്തിൽ 1700 കോടിയുടെ വികസനം അവകാശപ്പെടുന്നവർ തന്നെയാണ് അത് ഏറ്റെടുക്കേണ്ടത് ശരിക്ക്. പക്ഷെ നമ്മൾ കാണേണ്ടത് എന്താ? ഈ ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ 62 കോടി രൂപ മുടക്കി ആധുനിക കെട്ടിടം നിർമ്മിക്കുന്ന ആരാ? ഫണ്ട് ഉപയോഗിച്ചിട്ട്. കിഫ്ബി ഏതാ? കിഫ്ബി ഈ KPCC പ്രസിഡന്റ് മൈക്ക് കെട്ടി പ്രസംഗിച്ചെന്താ? ഈ കിഫ്ബി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ അധികാരത്തിലെത്തിയ പിരിച്ചു വിടൂന്ന് പറഞ്ഞ കിഫ്ബിയിലെ ഫണ്ട് ഉപയോഗിച്ചിട്ട് ഇരിട്ടിയിലും താലൂക്ക് ആശുപത്രി കെട്ടിടം കൊടുക്കുന്നു. മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി മട്ടന്നൂരിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി എവിടെ ചോദിച്ചാൽ ബസ്സിൽ കയറിയിട്ട് പോകുമ്പോൾ
നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. കോൺഗ്രസ് പ്രതിനിധിയോടാണ് ചോദ്യം. ഒന്ന്, ഈ സ്കൂൾ അടച്ചുപൂട്ടുന്ന കാര്യം പറഞ്ഞു. ഇവിടെ സ്കൂൾ അടച്ചുപൂട്ടിയിട്ടുള്ളത് ആരാന്ന് എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. കോൺഗ്രസ് ഭരണത്തിലിരിക്കുന്ന കാലത്ത് മലാപ്പറമ്പ് സ്കൂൾ എങ്ങനെയാണ് അടച്ചുപൂട്ടിയെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. ഈ നാട്ടിൽ ഇവിടെയുള്ള ഈ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള പൊതു സ്ഥാപനങ്ങളെല്ലാം എങ്ങനെയായിരുന്നു നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് ഇവിടെ വന്ന് പച്ചക്കള്ളം ചോദ്യത്തിലേക്ക് വരാം. പേരാവൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 15 വർഷമായി ഈ കേരള സംസ്ഥാനത്ത് നിലവിൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സണ്ണി ജോസഫാണ് നിലവിൽ ഇപ്പോഴത്തെ MLA. ഇവിടെ ഒരു ക്രിയാത്മകമായിട്ട് ഒരു പദ്ധതി പോലും നടപ്പിലാക്കിയിട്ടില്ല. റോഡ് കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. റോഡ് കൊണ്ടുവന്നതാരാ? ഈ സർക്കാർ കൊണ്ടുവരാത്തതെല്ലാം MLA. ഇവിടെ കൊണ്ടുവരുന്ന വികസനങ്ങളെല്ലാം സർക്കാരിന്റേതാണ് പോലും. മണ്ഡലത്തിൽ നമ്മുടെ കേരളത്തിൽ നവകേരള സദസ്സ് നടന്നു. നമ്മുടെ പേരാവൂർ മണ്ഡലത്തിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പങ്കെടുത്ത നവകേരള സദസ്സ്. ആ നവകേരള സദസ്സിനെ തള്ളിപ്പറഞ്ഞ പേരാവൂരിലെ MLA നവകേരള സദസ്സിന്റെ ഭാഗമായി അനുവദിച്ച റോഡ് ഈ നോട്ടീസിൽ അടിച്ചു വെച്ചിരിക്കുകയാണ്. നവകേരള സദസ്സിന്റെ ഭാഗമായി അനുവദിച്ച റോഡ് MLA കൊണ്ടുവന്ന റോഡാണെന്ന് പറയാൻ ഒരു നാണമില്ലാത്ത ആളുകളുടെ കോൺഗ്രസ് മറുപടി പറയണം. വികസനം MLA-മാർക്ക് കൊടുക്കാനാണ് കോടിക്കണക്കിന് രൂപയുടെ ബസ്സില് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കൂടി ഒരു നിയോജക മണ്ഡലത്തിലേക്ക് വന്നത്. ആ കോടികൾ കൊടുത്തിരുന്നെങ്കിൽ വീട് മേടിക്കാമായിരുന്നു. എനിക്ക് പറയാനുള്ളത്, ആശുപത്രിയെ കുറിച്ച് ചോദിച്ച ഉത്തരവില്ല, മനുഷ്യന്റെ ജീവൻ രക്ഷിക്കേണ്ടതിനെ കുറിച്ച് ചോദിച്ച ഉത്തരവില്ല. അപ്പൊ അവർ പറയും റോഡ് ഏത് റീടാർ ചെയ്ത റോഡാണ്. അത് നേരെ അപ്പുറത്തേക്ക് പോയാൽ മനുഷ്യന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ടതിനെ കുറിച്ച് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ല. എനിക്ക് പറയാനുള്ളത്, എന്തായിരിക്കും പ്രകടനം ഈ കണ്ണൂർ ജില്ലയിൽ? കണ്ണൂർ ജില്ലയിലെ ഐക്യജനാധിപത്യ മുന്നണി ബഹുഭൂരിപക്ഷം സീറ്റിന് വിജയിച്ച് അധികാരത്തിലേക്ക് കടന്നു വരും. ഒരു തർക്കമില്ല. പഴയ ഐക്യജനാധിപത്യ മുന്നണിയുടെ പാരമ്പര്യം ഞങ്ങൾ തിരിച്ചു പിടിക്കും. ഞാൻ ഈ കണ്ണൂർ ജില്ലയിലെ കാര്യത്തിൽ ഒന്ന് അവകാശവാദം ഉന്നയിക്കുന്നില്ല. അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. അതിന് ബാലിശമായ വാദമൊന്നും ഇവിടെ ഉന്നയിക്കണ്ട. ഞാൻ പേരാവൂർ മണ്ഡലത്തെ കുറിച്ച് ഒരു കാര്യം പറയാം. 15 വർഷമായി ഈ പേരാവൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ദുരിതം സംഭവിച്ച MLA-യെ തിരുത്തി ഈ പേരാവൂരിന് സമഗ്രമായ വികസനം നടപ്പിലാക്കാൻ ശൈലജ ടീച്ചർ വിജയിച്ചു വന്നാൽ സാധിക്കുന്ന വാശിയും എല്ലാം ഈ മണ്ഡലത്തിലുണ്ട് എന്ന് നമുക്ക് വളരെ വ്യക്തമായി കഴിഞ്ഞു. തൽക്കാലം നമുക്ക് സമയപരിമിതിയുണ്ട്. എല്ലാവർക്കും നന്ദി.